സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ അമ്മ യമുനാമ്മ തന്നെ. എനിക്ക് ഓർമ്മയൊരുക്കാത്ത പ്രായത്തിൽ എന്നെ ഈ കൈകളിൽ ഏറ്റുവാങ്ങിയത് മുതൽ ദാ ഈ പ്രായം വരെ അമ്മയില്ലാത്തവളാണ് ഞാനെന്ന് തോന്നല് പോലും വരാതെ എന്നെ സ്നേഹിച്ച് ലാളിച്ചും വളർത്തിയത് ഈ അമ്മ. ഇതാ എന്റെ അമ്മ. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ എന്റെ അമ്മ ഉള്ളതുകൊണ്ടാ. ഇനി എന്റെ മരിച്ചുപോയ അമ്മ ജീവനോട് തിരിച്ചു വന്നാ പോലും ഈ അമ്മയ്ക്കൊപ്പമേ നിൽക്കൂ. അല്ലാതെ അതിന് മുകളിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇത്രയും വർഷം പിണക്കത്തിന്റെ കഥയും പറഞ്ഞ് എന്നെ തിരിഞ്ഞു നോക്കാതിരുന്ന ചിറ്റയ്ക്ക് അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ഇവിടെ നടക്കുന്നൊക്കെ ചേച്ചി കാണുന്നില്ലേ? ചേച്ചിയുടെ അനിയത്തി ഇത്രയും ഗതികെട്ടവളായി പോയില്ല ചേച്ചി. ഞാൻ ഇവിടെ വന്ന് ഒരഗതിയെ പോലെ പലതും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നത് നമ്മുടെ മീരമോൾക്ക് വേണ്ടിയല്ലേ ചേച്ചി? എന്നിട്ടും അവൾ എന്നെ തള്ളി പറഞ്ഞത് ചേച്ചി കേട്ടില്ലേ? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കിത് താങ്ങാൻ വയ്യ ചേച്ചി. നമ്മുടെ മീരയോട് ഞാൻ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് എനിക്ക് പകരം കിട്ടിയത് ഇതാണല്ലോ എന്റെ ഈശ്വര. ഊണിലും ഉറക്കത്തിലും മീരമോളുടെ ചിന്തകൾ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ അവൾക്ക് എന്നെ ആവശ്യമില്ല രാധികേച്ചി. അവളിപ്പോ പുറന്താലും കൊണ്ട് തട്ടിയെറിഞ്ഞത് എന്റെ മനസ്സാ. അതെ, ഒട്ടും നാച്ചുറാലിറ്റി ഇല്ല. ഒന്നുകൂടെ റിഹേഴ്സൽ ചെയ്തിരുന്നെങ്കിൽ ഇതിൽ നന്നായേനെ. നീ ഇതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട മോളെ. കുറച്ചു കഴിയുമ്പോ ഇവൾ ഇതൊക്കെ മറന്നിട്ട് അടുത്ത ലഹളക്കുള്ള വഴി ആലോചിക്കുന്നുണ്ടാവും. അല്ല അച്ഛമ്മ, ഞാൻ പറഞ്ഞതൊക്കെ ചിറ്റയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചിറ്റേ, രാധികേച്ചി നേരത്തെ തന്നെ ഞങ്ങളെ വിട്ടുപോയി. അച്ഛനും പോയി, ഇപ്പതാ അമ്മയും പോയി. എന്നിട്ട് ഞാൻ തളരാതെ പിടിച്ചു നിന്നത് ചേച്ചിയുടെ മോക്ക് വേണ്ടി മാത്രം, നമ്മുടെ മീരയ്ക്ക് വേണ്ടി മാത്രം. പക്ഷെ ഇനി അതും കരുതി ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല രാധികേച്ചി. മീരയ്ക്ക് എന്നെ വേണ്ട. ഇപ്പൊ ഈ ലോകത്ത് ഞാൻ ശരിക്കും ഒറ്റയ്ക്ക്, ആരുമില്ല എനിക്ക്. എനിക്ക് എന്റെ ചേച്ചിയുടെ അടുത്ത് എത്തിയാ മതി. എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിയാ മതി. ഈ ലോകത്ത് എനിക്കിനി ജീവിക്കണ്ട, മരിച്ചാ മതി എനിക്ക്. അയ്യോ അമ്മ, ചിറ്റ. അമ്മേ, കഥ തുറക്കമ്മേ. അമ്മേ, അമ്മേ സോറി അമ്മേ. അമ്മേ സോറി. അമ്മേ
അമ്മേ വാതിൽ തുറക്ക്. അമ്മേ അവിവേകം ഒന്നും കാണിക്കല്ലേ. ഒന്ന് കഥക്ക് തുറക്ക് രാജി, പ്ലീസ്. പ്ലീസ് അമ്മേ വാതിൽ തുറക്ക്. അമ്മേ രാജി, രാജി, അമ്മ തുറക്ക്. വാതിൽ തുറക്ക് രാജി, പ്ലീസ്. ഞാനിപ്പോ ചത്തുകളയോന്നോർത്ത് ആരും സന്തോഷിക്കണ്ട. യമുനയുടെ പതനം കാണാതെ, മഹാദേവന്റെ മരണം കാണാതെ എനിക്കെങ്ങനെയാ ചാവാൻ പറ്റുന്നേ? അമ്മേ അമ്മ സോറി. അമ്മ കഥക തുറക്ക്. അമ്മേ അമ്മേ അയ്യോ രാജി, അമ്മേ വേണ്ട അമ്മേ. അമ്മേ എനിക്ക് മരിക്കണം. അമ്മേ എന്നെ അവിവേകമായി കാണിക്കുന്നത്. വാ അമ്മേ, എനിക്ക് മരിക്കണം. വാ ഇങ്ങോട്ട്. അമ്മേ സോറി അമ്മേ. അമ്മ എന്നോട് പൊറുക്കണം. ഇനി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും എന്റെ അമ്മ ഞാൻ വേദനിപ്പിക്കില്ല. സത്യം. ഞങ്ങളെയൊക്കെ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ രാജി. എന്തിനും ഏതിനും വലിയ ധൈര്യത്തോടെ നിൽക്കുന്ന ആളല്ലേ നീ. എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാനല്ല അമ്മ എന്ന് നീരമോള് പറഞ്ഞപ്പോ എന്റെ മനസ്സൊടഞ്ഞു പോയി. എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിനക്ക് വേണ്ടിയാ മോളെ ഞാൻ ജീവിക്കുന്നത്. വേറെ ആരുണ്ട് എനിക്ക്? നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട് രാജി. നീര് നിന്നെ അമ്മയെ കാണുന്നതിലോ അംഗീകരിക്കുന്നതിലോ ഞങ്ങൾക്കാർക്കും ഒരു എതിർപ്പുമില്ല. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ ഈ വാതില് തള്ളി തുറക്കാൻ ഞങ്ങൾ അല്പം വൈകിയിരുന്നെങ്കിലും അമ്മ. എങ്കി എന്റെ രാധികേച്ചിയുടെ അടുത്തേക്ക് ഞാനും. അമ്മ അങ്ങനൊന്നും ഇനി അമ്മ ചിന്തിക്കുകയല്ല ചെയ്യില്ല. എന്നോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ ഒരു വാക്ക് എനിക്ക് തരണം. തന്നേ പറ്റും. ഇല്ല, ഇനി ഒരിക്കലും ഞാനിങ്ങനെ ഒറ്റ ബുദ്ധിക്കൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടില്ല. സത്യം, എന്റെ മീരമോളാണ് സത്യം. അല്ല, മോക്കിന്ന് എന്തോ അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനി പക്ഷെ ഞാൻ പോകുന്നില്ല അമ്മ. അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് ഓഫീസിൽ പോയാലും എന്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും. എന്നാ പിന്നെ ചെന്നീ വേഷമൊക്കെ മാറും. അമ്മ എവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. നീ കുറച്ചു നേരം സമാധാനത്തോടെ കിടക്ക് രാജി. നിന്റെ എന്താവശ്യത്തിനും ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. മീര, എന്റെ രാധികേച്ചിയുടെ മോളായതുകൊണ്ടാ ഞാൻ നിന്നെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഗുണം കൊണ്ട് നീ മഹാദേവന്റെ മോളാണെന്ന് തെളിയിച്ചു. എന്റെ വഴിക്ക് നീ വരുന്നില്ലെങ്കിൽ നീയും എന്റെ ശത്രു തന്നെ. നിന്റെ വിധിയും മറ്റുള്ളവരുടേത് തന്നെ.
ഏതർത്ഥത്തിലും നിന്റെ അമ്മയെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നവൾ തന്നെയായി ഈ രാജേശ്വരി. എനിക്കുള്ള പാരമ്പര്യം നിന്റെ അമ്മയ്ക്കുണ്ടോടി? നിന്റെ അമ്മയുടെ തറവാട്ട് മഹിമയും കുടുംബ പാരമ്പര്യവും എന്താണെന്ന് പറയടി. അവൾ അറിയപ്പെട്ടിരുന്നത് ചിറ്റൂർ ചിത്ര എന്ന പേരില. ഇവനെ കരയുകയാണോ? എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നു ദേവേട്ട. എന്തിനെ കുറിച്ചാ ഭയം? ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന എന്റെ പഴയ കാര്യത്തെപ്പറ്റി രാജേശ്വരിക്ക് എന്തോ അറിയാവുന്നൊരു തോന്നല്. നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവളുടെ ചില നേരത്തെ പെരുമാറ്റത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നുമൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ദേവേട്ട. രാജേശ്വരി അതൊന്നും അറിയാൻ വഴിയില്ല. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളാ പ്രശ്നം. അല്ല ദേവേട്ട, ചിറ്റൂരെന്നും ചിത്രാന്നും ഒക്കെ അങ്ങും ഇങ്ങും തൊടാതെ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് ഞാൻ കേൾക്കെ. രാജേശ്വരിക്ക് അറിയാവുന്ന ആരെയെ കുറിച്ച് പറയുന്ന മട്ടിലാ പറയുന്നത്. യമുനെ, നീ അതിനോട് ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കണ്ട. ആർക്കറിയാം, ഇനി ചിലപ്പോ അതേ പേരില് ഏതെങ്കിലും പരിചയക്കാർ അവൾക്കുണ്ടെങ്കിലോ. നമുക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഇന്നലെ വന്നു കയറിയ രാജേശ്വരിയുടെ ചെവിയിലെത്താൻ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നമുക്ക് മാത്രം അറിയാവുന്ന രഹസ്യം അല്ലല്ലോ ഇത്. മൂന്നാമതൊരാൾക്ക് കൂടി അറിയാവുന്നതല്ലേ ദേവേട്ട? അതോർത്തിട്ട ഞാൻ ആകെ ടെൻഷനായത്. നീ സ്വപ്നയുടെ കാര്യമാണോ ഉദ്ദേശിച്ചത്? ആ സാധ്യതയെ ആദ്യമേ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞതാ. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇത്രയും കാലം പാർവതിപുരം എന്ന കുഗ്രാമത്തിന് പുറത്തു കടന്നിട്ടില്ലാത്ത രാജേശ്വരി ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജീവിക്കുന്ന സ്വപ്നയുമായി ഒരിക്കലും ഒരു ഇന്ററാക്ഷൻ നടക്കാനുള്ള യാതൊരു ചാൻസസും ഇല്ല. യമുനെ, വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷന് നിൽക്കാതെ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലമ്മനെ, എനിക്ക് 1-2 കോൾ ചെയ്യാൻ. അത് കഴിഞ്ഞ് ഞാനങ്ങ് വരാം. ചെല്ല്. ഗൗതം എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? പറയാം മീര, ഇന്ന് നടന്നതെല്ലാം ഓർത്ത് ഇന്ന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് താനായിരിക്കുമെന്ന് എനിക്കറിയാം. രാജേശ്വരി ചിറ്റ കാണിച്ച അഭ്യാസമൊന്നും താൻ മുഖവിലേക്ക് എടുക്കണ്ട. അതൊന്നും ഓർത്ത് മനപ്രയാസപ്പെടുകയും വേണ്ട. ഗൗതം, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങൾ മീരയേക്കാൾ കൂടുതൽ എനിക്കറിയാവുന്നതുകൊണ്ട്. എന്ത് കാര്യം? താൻ കരുതുന്ന പോലുള്ള ഒരാളല്ല തന്റെ ചിറ്റ. മീരയെ വശീകരിക്കാനുള്ള നാടകമാണ് ഇന്ന് നടന്ന ആത്മഹത്യാ ശ്രമമൊക്കെ. അങ്ങനെ പറയാതെ ഗൗതം, അത് നാടകമൊന്നും അല്ലായിരുന്നു. എനിക്ക് നല്ല ഉറപ്പാ. എന്നെ അത്രയ്ക്ക് ഇഷ്ടാ ചിറ്റയ്ക്ക്. എന്നിട്ടും യമുനാമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ തള്ളിപ്പറഞ്ഞതുപോലെ തോന്നി മനസ്സ് വിഷമിച്ചിട്ടാ ചിറ്റ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. അല്ല മീര, യു ആർ റോങ്. തെറ്റായ ആളിനെ താൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയാൻ എന്നെക്കാൾ കൂടുതലായി ഗൗതമിന് എന്തറിയാം എന്റെ ചിറ്റയെക്കുറിച്ച്? കാദംബരി മുത്തശ്ശി എന്റെ നാവ് കെട്ടിയിട്ടിട്ടാ പോയെ. രാജേശ്വരി ചിറ്റയെക്കുറിച്ച് ആരും ഒന്നും അറിയരുതെന്ന് മുത്തശ്ശി എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു മീര. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ. എന്താ
എന്താ ഗൗതം? അത് മീര, ആ അമ്മ. നീ സുഖമായിരിക്കുന്നോന്ന് അറിയാനല്ല അമ്മ ഇപ്പം വിളിച്ചത്. പിന്നെ ഇന്നെന്തോ എനിക്ക് എന്റെ മരുമോളെ വല്ലാതെ ഓർമ്മ വന്നു. ആ അതെന്താ അമ്മ മീരയെ ഓർക്കാൻ? ഓർക്കുന്നതൊക്കെ ഞാൻ എന്നും ഓർക്കും. എന്നാലും അന്ന് ആ പടിക്കെട്ടിന്റെ മുകളിൽ നിൽക്കുന്ന ആ നിപ്പും ആ മുഖവും പുഞ്ചിരിയും എന്റെ മനസ്സിൽ തന്നെ ഉണ്ടടാ. നിന്നെ അവള് വീട്ടുവേലക്കാരനാക്കിയാലേ ഉള്ളൂ എനിക്കൊരു സങ്കടം. അവൾ ഇങ്ങോട്ടൊന്ന് വന്ന് കേറിക്കോട്ടെ, എന്റെ കയ്യില് കിട്ടുമല്ലോ. അപ്പോഴേ ഞാൻ അവക്ക് വെച്ചിട്ടുണ്ട്. അയ്യോ മീര, അമ്മ ഇതൊക്കെ വെറുതെ വിളിച്ച് പറയുന്നതാ. ആഹാ, അവളെ തൊട്ടടുത്ത് നിർത്തിയിട്ടാണോ? ദാ നീ ആ ഫോൺ അവക്ക് അങ്ങോട്ട് കൊടുത്തേ. കൊടുക്കടാ അങ്ങോട്ട്. ആ അമ്മ ഇതേ കൊടുക്കാവേ. നമസ്തേ ആന്റി. സുഖമായിരിക്കുന്നോ മോളെ? അന്നേ നീ ബോധം കെട്ട് വീഴുന്ന കണ്ടിട്ടേ എനിക്ക് ഒരുപാട് വിഷമമായി മോളെ. അന്ന് നിന്നെ ഒന്ന് കണ്ട് സമാധാനിപ്പിച്ചിട്ട് പൊയ്ക്കോളാന്ന് ഞാൻ പറഞ്ഞത് അവനോട്. പക്ഷെ അവൻ കേട്ടില്ല. ഞാൻ വന്നത് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ഒന്ന് സംസാരിക്കണോന്നേ ഒത്തിരി ആശയുണ്ടായിരുന്നു അമ്മയ്ക്ക്. അമ്മേ, കല്യാണം കഴിഞ്ഞ മീര പിന്നെ അവിടെ തന്നെ കാണും. അമ്മയ്ക്ക് ഇഷ്ടം പോലെ സംസാരിച്ച് ബോറടിപ്പിക്കാലോ. പാവത്തിന് ഇപ്പൊ വിട്ടേക്കമ്മേ. ഓടാ അവിടുന്ന് അഹങ്കാരി. ആ പിന്നെ ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ സംസാരിച്ച കാര്യം. കൃത്യം 1 മാസം അതിനുള്ളിലെ നീ എങ്ങനെയെങ്കിലും മീരയുടെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചേ പറ്റൂ. അപ്പോഴേക്കും അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ പിന്നൊന്നും നോക്കണ്ട, അവളെയും വിളിച്ചോണ്ട് ഇറങ്ങി പോന്നേക്കടാ. വരുന്നിടത്ത് വെച്ച് കാണാവുന്ന നിന്റെ അച്ഛനും പറയുന്നത്. അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞ് മീര ടെൻഷൻ ആകല്ലേ. മീര എങ്ങനെ ഇപ്പൊ ഇവിടെ ബോധം കെട്ട് വീണ എനിക്ക് പണിയായി പോവും. അയ്യോ, ടെൻഷനൊന്നും വേണ്ടെന്ന് അവളോട് പറഞ്ഞേക്ക്. അങ്ങനെ ഇറങ്ങി പോരേണ്ടി വന്നാലും വീട്ടുകാരുടെ പിണക്കമൊന്നും അധിക നാൾ നിൽക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ മീരയുടെ അച്ഛന്റെ ദേഷ്യമൊക്കെ അങ്ങ് അലിയുമെന്നേ. കടുപ്പക്കാരനായ അച്ഛനെ കൂളായ അപ്പൂപ്പനായി മാറുവടാ, നീ നോക്കിക്കോ. ആ ശരിയെന്നാ. അതെ മീരമോളെ, എന്റെ മോൻ അവിടെ നിനക്ക് വേണ്ടി മാത്രമാ നിൽക്കുന്നത്. അവനെ ഒരു സാഹചര്യത്തിലും കൈവിടാതെ നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. ഉണ്ടാവും ആന്റി. ആ എന്നാ ശരി, ഞാൻ നാളെ വിളിക്കാമേ. ശരി മോനെ, ഓക്കെ. അച്ഛനും മീരയും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ദൈവം കണ്ടുവച്ചിരിക്കുന്ന വഴി ഒരുപക്ഷെ അമ്മ പറഞ്ഞതുപോലെ ആവില്ലെന്ന് ആര് കണ്ടു? എന്ത് വഴി? കടുപ്പക്കാരനായ ദൈവം സാറിനെ കൂളായ അപ്പൂപ്പനാക്കാനുള്ള വഴി. പറയാൻ പറ്റില്ല. ചിലപ്പോ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാവ് തന്നെ ആയിരിക്കും തന്റെ എല്ലാ സങ്കടങ്ങൾക്കുള്ള പരിഹാരം. ഗൗതം, ഗൗതം, താൻ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങാൻ തുടങ്ങായിരുന്നു. ഐ എം സോറി, ബുദ്ധിമുട്ടായോ?
ഇല്ല സർ. ആവശ്യക്കാരന് ഔചിത്യം നോക്കാൻ പറ്റില്ലല്ലോ ഗൗതം. അയ്യോ, അതൊന്നും കുഴപ്പമില്ല. സാർ ഇരിക്കണം. വേണ്ട, ഇരുന്ന് ചൊറ പറയാനൊന്നും വന്നല്ലടോ ഞാൻ. നാലു ചുറ്റിനും ആകെ പ്രശ്നങ്ങളാ. എനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. എന്താ സർ, എന്താ ഇപ്പൊ പെട്ടെന്ന്? പെട്ടെന്നല്ല, രാജേശ്വരി വീട്ടിൽ കാലെടുത്ത് വെച്ച ദിവസം ആരംഭിച്ചതാ ഈ സ്വൈര്യക്കേട്. ആ എണ്ണക്കെട്ടുകൾ കാരണം ഞാൻ മാത്രം ഇത്രയും കാലം ദുരിതങ്ങൾ അനുഭവിച്ചു. പക്ഷെ രാധികയുടെ അനിയത്തിയാന്ന് കരുതി അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മറ്റേ മരണത്തെ കൊണ്ട് വീട്ടിലെല്ലാവർക്കും പ്രശ്നങ്ങളാ. യമുനയുടെ കണ്ണെന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഗൗതം. ഇന്നെനിക്ക് അതും കാണേണ്ടി വന്നു. പിന്നെ പ്രീതിക്കാണെങ്കിൽ ഇപ്പോ പഴയ കളിയും ചിരിയും സന്തോഷവും ഒന്നുമില്ല. അമ്മയ്ക്കും ആകെ സങ്കടം തന്നെ. പൊറുതിമുട്ടി ജീവിക്കാടോ ആ സ്ത്രീ കാരണം. സാറ് വിഷമിക്കണ്ട. നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. അവരെ തിരികെ പാർവതിപുരത്തേക്ക് പറഞ്ഞു വിടുന്നതാ എല്ലാവർക്കും നല്ലതെങ്കിൽ നമുക്ക് അതിനുള്ള വഴി ആലോചിക്കാം. ആലോചിച്ചേ പറ്റൂ ഗൗതം. ആ ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ശരി സർ. മനസ്സിന് അലട്ടുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ധൈര്യമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് സാറ് സ്വസ്ഥമായിട്ട് പോയി കിടന്ന് ഉറങ്ങണം. പരിഹാരം ഞാൻ കണ്ടെത്തിക്കോളാം.